ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഞ്ജനനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അഞ്ജന വരാൻ വേണ്ടി കാത്തു നിൽക്കാട്ടോ. അങ്ങനെ അഞ്ജന വരുന്നുണ്ട്. അങ്ങനെ അഞ്ജന വരുമ്പോഴേക്കും ഒരു മോഡേൺ ഡ്രസ്സിലൊക്കെ ആട്ടോ ഓടി വരുന്നത്. ആ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വേഗം വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഹായ് വല്യച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണ്ടേ, ലേച്ചിനെ മാമനെ കെട്ടിപ്പിടിക്കണ്ടേ, സംഗീത അമ്മായിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയണ്ടേ, എടി എന്ത് കോലാടിയത്, നീ അങ്ങനെ നോർത്ത് ഇന്ത്യക്കാരി തന്നെ ആയോ? എന്റെ മുത്തശ്ശി, ഇതൊക്കെ വെറും ഒരു വേഷം കിട്ടല്ലേ, ഒരു നിറം മാറ്റം. എടി നിറം മാറിക്കഴിഞ്ഞാൽ അത് ഓന്താവില്ലേ? എന്തായാലും ഈ പോകുന്ന നാട്ടിൽ ഈ വേഷത്തിൽ പോണ ഒരു കുഴപ്പമില്ല മുത്തശ്ശി, എങ്ങനെയുണ്ട്? കൊള്ളാം എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണ് നിറയാട്ടോ. അപ്പോഴേക്കും സത്യൻ അമ്മേ എന്ന് പറയുമ്പോ, എന്റെ മകൻ സാഗറും ഇങ്ങനെയായിരുന്നു, എവിടെയെങ്കിലും പോയി വന്ന് ഓടി വന്ന് അമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കായിരുന്നു. ഇവളിലൂടെ ഞാൻ എന്റെ സാഗറിനെയാണ് കാണുന്നത് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ സംഗീതത്തിൽ പറയണ്ട്, നമ്മുടെ അഞ്ജന പറയണ്ട്, അല്ല എന്താ എന്നെ അകത്തേക്ക് ആനയിക്കാത്തത്? എന്നെ അകത്തേക്ക് ആനയിച്ച് ക്ഷണിക്കും മുത്തശ്ശി. നിന്നെ ഞാൻ ആനയിക്കാം എന്ന് പറഞ്ഞിട്ട് സംഗീത അകത്തേക്ക് പോവാണ്. ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് തിരിയും വെളിച്ചെണ്ണയൊക്കെ തിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അഞ്ജനയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് നന്നായിട്ട് ഒഴിഞ്ഞിടുന്നുണ്ട്. ഇനി അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണ്ട്, അതെ നിന്റെ ഇനി പുറത്തുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തിക്കോ, നിന്നെ ഞാനിവിടെ കെട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കെട്ടിടാനോ? മുത്തശ്ശി എന്തൊക്കെയാ പറയണത് എന്ന് പറയുമ്പോഴേക്കും സത്യം പറയണ്ട്, അതേ മോള് നീ എന്തിനാ അന്യനാട്ടിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് നമ്മുടെ അമ്മ, അഞ്ജനയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്. പറയുന്നുണ്ട്, എന്റെ മോൾക്ക് പിന്നെ ജോലി എടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വലിയ മൂന്നാർ റിസോർട്ടോ അതുപോലെ തന്നെ കാര്യങ്ങളോ തേയിലത്തോട്ടോ ഒന്നുമില്ലല്ലോ. ആകെ ഉണ്ടായിരുന്നത് ഒരു ഫാർമസി ആയിരുന്നു. അത് എങ്ങനെ കുത്തി പാളിസായി പോയെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നിങ്ങനെ പറയണം. അപ്പൊ സത്യനിട്ടൊന്ന് കുത്തുന്നുണ്ട് കേട്ടോ. സത്യം ഒന്നും മിണ്ടാതെ അതിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. മുത്തശ്ശി പറയണ്ട, എന്തായാലും ഞാൻ പറയേണ്ടത് പറയാം. മോളെ അഞ്ജനെ, നിന്റെ വിവാഹം ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. വിവാഹോ? എന്തിനാ മുത്തശ്ശി ഇത്ര തിരക്ക് പിടിച്ച്? തിരക്ക് പിടിച്ചോ? നിനക്ക് പ്രായം എത്രയെന്ന് അറിയാവോ? അജയ് ആയിട്ടുള്ള നിന്റെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അജയ്? അതെ, ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചതാണ്. നീയും അതുപോലെ തന്നെ അഭിരാമി, നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാളെ കൊണ്ട് അജയിനെ വിവാഹം കഴിപ്പിക്കുമെന്നും. അഭിരാമി ഇല്ലല്ലോ, അതുകൊണ്ട് നിന്റെയും അജയനെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അഞ്ജന അടുത്ത് അമ്മ പറയണ്ട്, മോളെ വാ, നിനടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ബാക്കിയുള്ളടുത്ത് പറയണ്ട്, എന്തായാലും അഞ്ജന വന്നല്ലോ, ഇനി വിവാഹത്തിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭൂമിനെയാണ്. ഭൂമി നേരെ ബാങ്കിലേക്ക് പോയിരിക്കാട്ടോ. ആ ലോണിന്റെ കാര്യം സംസാരിക്കാനായിട്ട്, ലോണിന് പുറത്ത് കുറച്ചുകൂടി എമൗണ്ട് കിട്ടാനായിട്ട് ബാങ്കിലേക്ക് പോവാണ്. ആ ബാങ്കിലെ മാനേജറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ മാനേജർ പറഞ്ഞ, ഭൂമി താൻ എത്തിയോ? താനൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അത് ഭയങ്കര ടെൻഷൻ സർ, ഒരു സമാധാനമില്ല, അതാ നേരിട്ട് വന്ന് കാണാന്ന് വിചാരിച്ചത്. എന്തായി സർ, ലോണിന്റെ കാര്യം എന്തിനും ശരിയായോ? എടോ, ഞാനിതിന്റെ തലപ്പത്തുള്ളവർക്കൊക്കെ സംസാരിച്ചായിരുന്നു ഈ ലോണിന്റെ കാര്യം. ഇപ്പോ തനിക്ക് ആ കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി തന്നെ നല്ലൊരു എമൗണ്ട് 8 ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട് പാസ്സാക്കിയിരിക്കുന്നത്. അതിനപ്പുറം ഒരു എമൗണ്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. സർ, എന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. എടോ, അതൊന്നും ബാങ്ക് കേൾക്കില്ലടോ. ഇപ്പൊ എടുത്തുള്ള ലോണിന് പുറത്ത് കുറച്ചുകൂടി എമൗണ്ട് ആ രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ അവരത് തള്ളിക്കളഞ്ഞു. സാരില്ല സർ, ഞാൻ വേറെ ഏതെങ്കിലും വഴി നോക്കാം എന്ന് ഭൂമി പറയുമ്പോ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയണ്ട, ഭൂമി അതെ, താൻ വേറെ ബാങ്കിലൊന്നും പോകണ്ടോ, ഇത് തന്നെയായിരിക്കും അവസ്ഥ. ബാങ്കുകാർക്ക് ഇനി ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും മാർഗം നോക്കൂടെ? ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ പിരിക്കാനായിട്ട്? നോക്കട്ടെ സർ, എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടുമായിരിക്കും, ഏതെങ്കിലും വാതിൽ തുറക്കുമായിരിക്കും. ശരി സർ, എന്ന് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് വിഷമത്തോടു കൂടി തന്നെ ഇറങ്ങി അങ്ങോട്ട് പോകാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ബാങ്കിലെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കണം നമ്മുടെ അച്യുതനെയാണ്. അച്യുതൻ രാത്രി ഒന്നും ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാട്ടോ. മനസ്സിൽ ഫുള്ളും നമ്മുടെ ഭവാനിനെ കണ്ട ഓർമ്മകൾ മാത്രമാണ്. ഭവാനി ആ ഒരു ഗുണ്ടെടുത്ത് സംസാരിക്കണ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അച്യുതൻ എന്നെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി. അച്യുതനെ ഇവിടെ എന്താണ് ഓടിയെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അച്യുതനെ വായെന്ന് ഒരിക്കലും രഹസ്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല, അതെന്റെ മോളുടെയും എന്റെ നിലനിൽപ്പിന്റെ അവസ്ഥയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്യുതൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അച്യുതനെ കാണാതെ ആവുമ്പോഴേക്കും നമ്മുടെ ഭൂമി മുറ്റത്ത് വന്ന് നോക്കുമ്പോഴേക്കും അച്യുതൻ മുറ്റത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്.
അച്ഛനത് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇങ്ങനെ അച്ഛൻ നടക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണത് അത്ര നല്ലതിനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമി വേഗം അച്യുതന്റെ അടുത്തേക്ക് വരുവാണ്. ഹലോ, എന്താ അച്ഛ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇത്രമാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ? എന്ത് കാര്യമാണ് അച്ഛന്റെ മനസ്സിൽ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഭൂമി. ഒന്നുമില്ല മോളെ, ഓരോന്നൊക്കെ ആലോചിച്ച് നിന്നതാ ഞാൻ. എങ്കിലേ അച്ഛനടുത്തേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? അച്ഛന്റെയും അമ്മയുടെയും പഴയ പ്രണയകഥ ഒന്ന് പറയാവോ? എന്റെ പൊന്നു മോളെ, ഇത് ഞാൻ 10,000 വർഷം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനി പറയാൻ പറ്റുമെന്നില്ല. അച്ഛ പ്ലീസ് അച്ഛ, അത് എത്ര കേട്ടാലും മതിയാവില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് അച്ഛാ കഥ. ഒന്നും കൂടി പറ അച്ഛ പ്ലീസ് അച്ഛ. നല്ല അച്ഛനല്ലേ? ശരി ശരി, ഞാൻ പറയാം. അന്നേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷം ആയിട്ടുണ്ടാവും. അന്ന് ഞാനൊരു ഭ്രാന്തനായിരുന്നു. അതിലിപ്പോഴും വ്യത്യാസമൊന്നുമില്ല, ഇപ്പോഴും ഭ്രാന്തൻ തന്നെയാ എടി. ആ ഭ്രാന്തല്ല, നാടകഭ്രാന്ത്. അങ്ങനെ എവിടെ നാടകം ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി നാടകം കാണുമായിരുന്നു. അങ്ങനെയാണ് നിന്റെ അമ്മയുടെ ഒരു നാടകം, നിന്റെ അമ്മ നന്നായിട്ട് അഭിനയിക്കും കേട്ടോ, ഷീലാവതി എന്ന് പറഞ്ഞ നാടകം. അതിൽ കരൾ രോഗിയായിട്ടുള്ള ഭർത്താവിനെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ അവളുടെ കരള് വിറ്റു പൈസ കൊണ്ട് ആ കരൾ രോഗിയായിട്ടുള്ള ഭർത്താവിനെ ചികിത്സിച്ചു. അയാളെ രോഗം ഭേദമാക്കി. രോഗം ഭേദമായ അയാൾ വീണ്ടും കുടിച്ചു വന്നു. അത് കണ്ട് ഭ്രാന്ത് പിടിച്ച അയാളെ കൊല വിളിച്ചു. ഒച്ചത്തിൽ വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു. ആ ഒരു ഭാഗം നിന്റെ അമ്മ അഭിനയിക്കണത് എന്റെ മോളെ എന്ത് സൂപ്പറാണെന്ന് അറിയാവോ? അത് കണ്ട് ഞാൻ ഗ്രീൻ റൂമിലേക്ക് പോയി. നാടകം കഴിഞ്ഞപ്പോ നിന്റെ അമ്മേനെ അഭിനന്ദിച്ചു. ഓ, അപ്പൊ അങ്ങനെയാണ് പ്രണയം തുടങ്ങിയതല്ലേ? പിന്നെ അല്ലാതെ എന്ന് പറയാണ്. അമ്മേ അച്ഛ, എനിക്കൊരു ആഗ്രഹം. എന്താ മോളെ? അതെ, അമ്മയും അച്ഛനും കൂടി ഇപ്പൊ അതൊന്ന് അഭിനയിച്ച് കാണിക്കാവോ? അമ്മ ആ സ്ത്രീയായിട്ട്, അച്ഛൻ അതിലെ നാടകത്തിൽ നടനായിട്ട്. അതൊന്നും പറ്റുമൊന്നുമില്ല. എന്താ അച്ഛ പ്ലീസ് അച്ഛ എന്ന് പറയുമ്പോ നമ്മൾ അച്ഛനെ എന്തോ ആലോചിക്കുകയാണ്. എന്താ അച്ഛ, അച്ഛൻ ഇനി എന്താ ആലോചിക്കണത്? നമുക്ക് ഇവിടെ നിന്ന് പോയാലോ മോളെ? പോവാനോ? എവിടെ പോവാൻ? നമ്മുടെ പഴയ നാട്ടിലേക്ക്, അങ്ങോട്ട് പോയാലോ? അച്ഛനിത് എന്തു പറ്റി? ഇവിടെ നിക്കാച്ച, നമുക്ക് ഇവിടെ നല്ലതല്ലേ, സമാധാനമില്ലേ, നമുക്ക് ഇവിടെ നിന്നാ മതി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഭൂമി അച്ഛനെ കെട്ടിപ്പിടിക്കാണ്. ഞാനില്ലേ അച്ഛ അച്ഛന്റെ കൂടെ, ഈ ഭൂമി ഇല്ലേ അച്ഛന്റെ എന്നും അച്ഛന്റെ കൂടെ ഞാനുണ്ടച്ച, അത് മതി അച്ഛനെ എന്ന് പറഞ്ഞിട്ട് ഭൂമിനെ കെട്ടിപ്പിടിക്കാണ് അച്യുതൻ. അങ്ങനെ ഒരു ചെറിയ പാട്ടോട് കൂടി ഭൂമിയുടെയും അച്യുതനെ ഇങ്ങനെ പരസ്പരം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അഞ്ജനേനെയാണ്. അഞ്ജന രാത്രി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ടെറസിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഭവാനി വരുവാണ്. മോളെ, നീ എന്താ ഒന്നും പറയാതിരുന്നത്? നിന്റെ വിവാഹക്കാരിയോ? ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അമ്മേ, എന്തിനാ അമ്മേ എന്നെ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നത്? എന്റെ ഈ ബട്ടർഫ്ലൈ ലൈഫ് ഞാൻ ആസ്വദിക്കട്ടെ അമ്മേ. എടി, നിനക്ക് അജയനെ ഇഷ്ടമല്ലേ? അജയൻ എനിക്ക് ഇഷ്ടമാണ്. അവന് ഹാൻഡ്സം അല്ലേ? ആർക്കും ഇഷ്ടപ്പെടാത്തത്? എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ ലൈഫ് അടിച്ചു പൊളിക്കണോ അമ്മേ? കുറച്ചു നാൾ കൂടി പോട്ടെ അമ്മേ. എടി, നീ അവിടെ പുറത്തെവിടെയെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഒരുപാട് ചെക്കന്മാര് എന്റെ പുറകെ നടക്കുന്നുണ്ട്. അവരതൊക്കെ ഞാൻ തിരിച്ചിഷ്ടമാണെന്ന് പറയും. അവരൊന്ന് കറക്കും, പിന്നെ ഒന്ന് പിഴിയും, പിന്നെ ഉപേക്ഷിക്കും. അതാണ് എന്റെ നിലപാട്. അതൊക്കെ മതി. ഈ തറവാട് ഇത് നമ്മുടെയല്ല, അത് നിനക്കറിയാലോ. നമുക്ക് ആകെ ഒരു ഫാർമസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് കിട്ടിയ ഷെയറും എന്റെ ഷെയറും ഒക്കെ അതിലിട്ടിട്ടാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഫാർമസി ഇല്ല, ഒന്നുമില്ല. അത് നഷ്ടപ്പെട്ടത് എങ്ങനെ നിനക്കറിയാലോ. നിന്റെ അച്ഛന്റെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് നിനക്കറിയാവോ? അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ലേ മേ? ആര് പറഞ്ഞു ആത്മഹത്യ ചെയ്തെന്ന്? നിന്റെ അച്ഛന്റെ കൊലപാതകമായിരുന്നു. കൊലപാതകോ? അതെ, നീ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. നിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ ഓരോരുത്തരുമാണ്. നിന്റെ അച്ഛൻ എല്ലാവർക്കും രക്ഷപ്പെടുത്തായിരുന്നു, പക്ഷെ ആരും രക്ഷപ്പെടുത്തില്ല. അതിന് മുമ്പിൽ നിന്നത് ആ സത്യൻ എന്ന് പറഞ്ഞ നിന്റെ വല്യമാമയാണ് എന്ന് പറയാണ്. അമ്മേ, വല്യച്ഛൻ ഒരു പാവല്ലേ? പാവം, അയാളാണ് എല്ലാത്തിനും കാരണം. നിന്റെ മുത്തശ്ശിക്കാണെങ്കിലോ സത്യനും സംഗീതനും മതി, സാഗറിന് ഒരു വിലയില്ലായിരുന്നു. അവസാനം എന്റെ സാഗർ കൊലപാതകം ചെയ്യപ്പെട്ടതാണ്. എന്റെ സാഗറിനെ കൊല വിളിച്ചതാണ് എല്ലാരും കൂടി. എടി, അതിനെ പകരം വീട്ടാൻ കിട്ടിയൊരു അവസരമാണിത്. നീ അത് മുതലാക്കണം. നിന്നിലൂടെ ഞാൻ എല്ലാം കാണും. നീ നിലവിളക്കും കൊടുത്തോണ്ട് ഈ വീടിന്റെ പടി ചവിട്ടി വരണം, വലതുകാല് ചവിട്ടി വരണം. അങ്ങനെ നീ നിലവിളക്കില് ആ തീ കത്തുന്ന പോലെ നീ ഈ വീട്ടിൽ അങ്ങനെ തീപ്പന്തമായിട്ട് നിൽക്കണം. അതാ എന്റെ ആഗ്രഹം. മോളെനിക്ക് വാക്കുതാ എന്ന് പറയണം. അങ്ങനെ അഞ്ജന വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭവാനിക്ക് സന്തോഷമാവാണ്. പിന്നീട് കാണിക്കണത് നമ്മുടെ അഞ്ജന നിലത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കാട്ടോ. എടാ, ഞാൻ നിനക്ക് എപ്പോഴെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാന്ന് പറഞ്ഞു. എനിക്കിപ്പോ സൗകര്യമില്ല. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അജയ് വരുന്നുണ്ടോ. അജയനെ കാണുമ്പോൾ ഹായ് അജയ് എന്ന് പറഞ്ഞിട്ട് ഓടി അഞ്ജന അടുത്തേക്ക് പോകുമ്പോഴേക്കും അജന ചെസ്റ്റ് സ്ലിപ്പായിട്ട് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. അജയ് പിടിക്കുന്നുണ്ട്. ഓ, താങ്ക്സ് അജയ് എന്ന് പറയാണ്. നമ്മൾ കണ്ടിട്ട് എത്ര നാളായില്ലേ? കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു, അന്ന് നിന്നെ കാണാൻ പറ്റിയില്ല. ഇപ്പോ 2 വർഷമായി. നിനക്കറിയാലോ, നമ്മുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുക.
അഞ്ജനെ എനിക്ക് നിന്നെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ. ആ ഫ്രണ്ടായിട്ട് കണ്ടോ, ഫ്രണ്ടിനെ വൈഫായിട്ടും കാണാലോ എന്ന് പറയുമ്പോഴോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എങ്കിൽ ഇനി ആലോചിക്കണം. അജയ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. ഐ ലവ് യു അജയ് എന്ന് പറയുമ്പോഴേക്കും അജയിനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അജയ്ക്ക് ഒരു കോള് വരുവാട്ടോ. ഓക്കെ ഞാൻ ഇപ്പൊ വരാം. സോറി അഞ്ജന, ഒരു കോള്, സ്റ്റേഷനിൽ ഉടനെ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുവാട്ടോ. സമയത്ത് അഞ്ജന മനസ്സിൽ വിചാരിക്കുകയാണ്, അജയ് ഞാൻ നിന്നെ പിടിവിടില്ലടാ, ഈ അഞ്ജന നിന്നെ വിവാഹം കഴിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ അഞ്ജന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് നമ്മുടെ ഭൂമി രാത്രി ഫുള്ളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, എന്റെ അച്ഛനെ ചികിത്സിക്കാൻ എവിടെന്നാ ഒന്ന് ഇത്തിരി പണം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഭൂമി. രാവിലെ പത്രത്തിൽ ഒരു വാർത്ത കാണാണ്, MLA മകന്റെ ആ ഒരു മരണം കൊലപാതകമല്ല, അതൊരു ആത്മഹത്യയാണെന്ന് നമ്മുടെ CI അജയ് തെളിയിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ്. അത് നമ്മുടെ ഭൂമി പറഞ്ഞ കൊടുത്ത ഹിന്റൊക്കെ ഉപയോഗിച്ചിട്ട് അജയ് അതൊരു ആത്മഹത്യയാണെന്ന് തെളിയിച്ചു കേട്ടോ. അതായത് ഐസുകെട്ട കെട്ടിവെച്ചിട്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിലാണ് ആ കേസ് തെളിയിച്ചിരിക്കുന്നത്. ആ പത്രത്തിൽ ആ ന്യൂസ് നമ്മുടെ ഭൂമിയും കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ അച്യുതൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് പറയുമ്പോഴേക്കും നമ്മുടെ അംബിക പറയണ്ട്, അയ്യടാ ആളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ, കുഴിയെടുത്ത് കുഴിയിൽ മൂടാനായി അപ്പോഴൊരു ആഗ്രഹം. ഇത് കേട്ട് നമ്മുടെ ഭൂമിക്ക് ദേഷ്യം, അമ്മേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരുവാണെങ്കിൽ ആ ഒരു വർത്താനം കേൾക്കുമ്പോഴേട്ടോ ആ ഒരു ഭാഗത്തോടാണ് പ്രൊമോ തീരുന്നത്. അപ്പോൾ ഇവർ വിവാഹിതരായ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.